Hello children, welcome to Hindi class. ഇന്നത്തെ ക്ലാസ്സിൽ +1 ഹിന്ദി ക്ലാസ്സിലെ ചാപ്റ്ററാണ് സൂചന കാ അധികാർ അധിനിയം എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 8 മാർക്കിന്റെ ചോദ്യം എക്സാമിന് ചോദിക്കും. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. केरल में महाप्रलय, अनेक लोग बेघर, सरकार 10,000 रुपए की तुरंत राहत देगी. तुरंत राहत अपर्याप्त, शिकायतों का प्रलय. केरल में महाप्रलय से पीड़ित लोगों की तुरंत राहत देने के लिए सरकार द्वारा की गई कार्रवाइयों की सूचना पाने के लिए राजीव कुमार मानसरोवर पतनमतिट्टा की ओर से सार्वजनिक सूचना अधिकारी सार्वजनिक प्रशासन विभाग केरल सरकार के नंबर सूचना का अधिकार पत्र तैयार करें. ഇതാണ് ഈ കത്തിലെ വിഷയം. മഹാപ്രളയമാണ്. മഹാപ്രളയത്തിൽ ധാരാളം പേർക്ക് വീടില്ലാതായി. ഗവൺമെന്റ് 10,000 രൂപ എമർജൻസി റിലീഫായി കൊടുത്തു. പക്ഷേ അതിൽ ധാരാളം പരാതികളുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടില്ല. അതിനുവേണ്ടി രാജീവ് കുമാർ പത്തനംതിട്ടയിൽ നിന്ന് സാർവജനിക സൂചന അധികാരിക്ക് ഒരു കത്ത് എഴുതുകയാണ്. ആ കത്ത് എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എഴുതുക സ്റ്റാമ്പ് 10 रुपये, सेवा में टू अड्रस എഴുതണം. സാർവജനിക സൂചന അധികാരി, സാർവജനിക പ്രശാസന വിഭാഗ്, കേരള സർക്കാർ. ടു അഡ്രസ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, അത് നോക്കി എഴുതാം. സേവാമയം എന്ന് വെച്ചാൽ ടു അഡ്രസ് ആണ്. നമ്മൾ ഏത് അധികാരിക്കാണോ ഈ വിവരാവകാശ കത്ത് എഴുതുന്നത് ആ അധികാരിയുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്. സേവാമയം അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് ആവേദക നാം, അപേക്ഷകന്റെ പേര് രാജീവ് കുമാർ. രാജീവ് കുമാർ എഴുതുന്ന കത്താണ്. രണ്ടാമത് ഡാക്ക് ക പൂരാ പദം, പോസ്റ്റ് അഡ്രസ്സാണ് 387A മാനസരോവർ പത്തനംതിട്ട. ഈ അഡ്രസ്സും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്, നമുക്കത് നോക്കി എഴുതാം. സൂചന ക വിഷയ്, ഏത് വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ കത്തെഴുതുന്നത്? महाप्रलय से पीड़ित लोगों को तुरंत राहत देने के लिए सरकार द्वारा की गई कार्रवाइयों से संबंधित. പ്രളയത്താൽ വിഷമിക്കുന്ന ജനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന എമർജൻസി റിലീഫിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് കത്തെഴുതുന്നത്. സൂചന ക വിഷയവും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നമുക്ക് എഴുതാൻ സാധിക്കും. മാങ്കി ഗയി സൂചന ക വിവരം, നാലാമത്തതാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഏതൊക്കെയാണ്? प्रलय से पीड़ित लोगों की मदद के लिए सरकार द्वारा क्या क्या कार्रवाइयां की गई है. പ്രളയത്തിൽ വിഷമിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റ് എന്തെല്ലാം നടപടികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? തുരന്ത രാഹത് മിൽനെ के लिए किससे संपर्क करें. എമർജൻസി റിലീഫ് കിട്ടുന്നതിന് വേണ്ടി ആരെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തുരന്ത രാഹത്ത് से संबंधित हमारी शिकायतें किस कार्यालय में देना. എമർജൻസി റിലീഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരാതികൾ ഏത് ഓഫീസിലാണ് കൊടുക്കേണ്ടത്? സൂചന ഡാക് യാ ദസ്തീന്, നമ്മൾ നൽകുന്ന സൂചന വിവരാവകാശ കത്ത് പോസ്റ്റ് മുഖേനയാണോ അതോ ബൈ ഹാൻഡ് ആണോ? ഇവിടെ എഴുതാം ഡാക് തോര, ബൈ പോസ്റ്റ് എന്ന് എഴുതാം. കത്തിന്റെ അവസാനം പത്തനംതിട്ട പ്ലേസും ഡേറ്റും, ആവേദക് രാജീവ് കുമാർ മാനസരോവർ പത്തനംതിട്ട. വിവരം അറിയുന്ന വ്യക്തിയുടെ അപേക്ഷകന്റെ അഡ്രസ്സ് നൽകണം. സൂചന ക അധികാർ പത്ര 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസിയായി നമുക്ക് എഴുതാൻ സാധിക്കും. ഇതിന്റെ ഫോർമാറ്റ് എല്ലാം ഒരുപോലെയാണ്. ക്വസ്റ്റ്യന് ചില വ്യത്യാസങ്ങൾ മാത്രം വരുത്തിയാൽ മതി.